നമസ്കാരം. ഒരു വ്യാപാരം തുടങ്ങണമെങ്കിൽ ആ സംസ്ഥാനത്തെ സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ, അവിടുത്തെ ജനങ്ങളും വിചാരിക്കണം. അതാണ് ലുലുവിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നിലവിൽ വിശാഖപട്ടണത്ത് ലുലു മോൾ വരരുത് എന്ന് സ്വപ്നം കാണുന്ന ഒട്ടനവധി വ്യാപാരികൾ വിശാഖപട്ടണത്തുണ്ട്. നിലവിൽ വിശാഖപട്ടണത്തും വിജയവാഡയിലും സംസ്ഥാന സർക്കാർ ലുലു ഗ്രൂപ്പിന് ഭൂമി അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത പൊതു താൽപര്യ ഹർജികളിൽ ലുലു ഗ്രൂപ്പിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. സർക്കാർ എല്ലാ വിശദാംശങ്ങളോടും കൂടി കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശാഖപട്ടണത്ത് 13.5 ഏക്കർ ഭൂമി അനുവദിച്ചതിനെതിരെ സത്യനാരായണനും വിജയവാഡയിൽ ഭൂമി അനുവദിച്ചതിനെതിരെ CH വെങ്കടേശ്വര റാവുമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ലുലു ഗ്രൂപ്പിന് ഭൂമി അനുവദിക്കുന്നതിന് സർക്കാർ മത്സരാധിഷ്ഠിത ടെൻഡർ നടപടിക്രമം പാലിച്ചില്ല എന്നും ഇത് സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്നുമാണ് പറയുന്നത്. എന്നാൽ പുതിയ വ്യവസായ നയപ്രകാരമാണ് ഭൂമി അനുവദിച്ചത് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ദമലപതി ശ്രീനിവാസിന്റെ വാദം. വിശദമായ കൗണ്ടർ സമർപ്പിക്കാൻ സമയം അനുവദിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇരുപക്ഷത്തിന്റെ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് ധീരജ് സിംഗ് താക്കൂർ, ജസ്റ്റിസ് ചിമലാപതി രവി എന്നിവർ ഉൾപ്പെടുന്ന ഹൈക്കോടതി ബെഞ്ച് സർക്കാരിനോട് കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാനും ലുലു ഗ്രൂപ്പിന് നോട്ടീസ് അയക്കാനും നിർദ്ദേശം നൽകി. അതേസമയം വിജയവാഡയിലെ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ ലുലു ഗ്രൂപ്പിന് 4.17 ഏക്കർ RTC ഭൂമി അനുവദിച്ചതിനെതിരെ സിവിൽ വിവിധ സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ, വ്യാപാര വ്യവസായ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ, RTC ലാൻഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ലുലു ഗ്രൂപ്പിന് ഭൂമി അനുവദിച്ചത് പൊതുസ്വത്തിന്റെ ദുരുപയോഗമാണെന്നാണ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റി കൺവീനർ പറയുന്നത്. മുൻ സർക്കാരിന്റെ 3 തലസ്ഥാന പദ്ധതി കോടതി റദ്ദാക്കിയതുപോലെ ഈ അനുവദിക്കലും റദ്ദാക്കപ്പെടണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുൻ മന്ത്രി വഡ്ഡേ ശോഭനാദ്രീശ്വര റാവു, നേതാക്കളായ ചിഗുരുപതി ബാബുറാവു, CH നരസിംഹ റാവു എന്നിവരും ലുലുവിന് ഭൂമി അനുവദിച്ചതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ലുലുവിന് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഭൂമി നൽകിയിട്ടില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന വാദം. വിശാഖപട്ടണത്ത് 13 ഏക്കറും വിജയവാഡയിൽ 4.17 ഏക്കറും മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു വില കുറഞ്ഞ നിരക്കിൽ ലുലുവിന് നൽകുകയാണ്. വിപണി മൂല്യം അനുസരിച്ച് വർഷം 40 കോടി രൂപ വാടക ലഭിക്കേണ്ട ഭൂമി വെറും 2 കോടി രൂപയ്ക്കാണ് നൽകിയതെന്നും അവർ ആരോപിക്കുന്നു. ലുലു ഗ്രൂപ്പിന് ഭൂമി അനുവദിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നും RTC ഭൂമികൾ സംരക്ഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം ഇടപാടുകൾ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ അപകടത്തിലാക്കുകയും പൊതുസ്വത്തിനെ ദുർബലപ്പെടുത്തുകയും ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ വിജയവാഡയിൽ ബന്ദിന് ആഹ്വാനം ചെയ്യുമെന്നും വിവിധ സംഘടനകൾ ഭീഷണി മുഴക്കുന്നു. അതേസമയം എതിർപ്പുകൾ ശക്തമാകാതെ RTCയുടെ ഭൂമി തന്നെ ലുലു ഗ്രൂപ്പിന് ഷോപ്പിംഗ് മാളും ഹൈപ്പർ മാർക്കറ്റും നിർമ്മിക്കാൻ ജൂലൈ 17 സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് പദ്ധതിക്ക് അനുമതി നൽകുകയായിരുന്നു. ലുലു ഗ്രൂപ്പിന്റെ ആന്ധ്രാപ്രദേശിലെ വൻ നിക്ഷേപ പദ്ധതിയുടെ ഭാഗമായാണ് വിജയവാഡയിലെ സംരംഭവും നടപ്പിലാക്കുന്നത്. തിരുപ്പതിയിലും വിശാഖപട്ടണത്തും സമാനമായ പദ്ധതികൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് 1222 കോടി രൂപയുടെ നിക്ഷേപമാണ് ലുലു ആകെ ആസൂത്രണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.